പാകിസ്ഥാനിൽ ഭീകരർ ട്രെയിൻ ആക്രമിച്ച് തട്ടിയെടുത്തു. 400ഓളം യാത്രക്കാരെ ബന്ദികളാക്കി. 6 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ റാഞ്ചിയത്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മായ കൂടി ചേരുന്നു. മായ, ഞെട്ടലുളവാക്കുന്ന സംഭവമാണ് പുറത്തു വരുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? 400ഓളം യാത്രക്കാരെ ബന്ദികളാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 6 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി. മായ. അതെ അശ്വതി, കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന പാസഞ്ചർ ട്രെയിൻ ജാഫർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ വിഘടനവാദികൾ റാഞ്ചിയിരിക്കുന്നത്. 9 ബോഗികളിലായി 500-ലധികം യാത്രക്കാരുണ്ടെന്നാണ് പറയുന്നത്. 450 ആണെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ 6 സൈനിക ഉദ്യോഗസ്ഥരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഒന്നുമല്ല. അതേസമയം തന്നെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ റാഞ്ചിയത് തങ്ങളാണെന്ന് സംബന്ധിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോട് കൂടി തന്നെയാണ് ഈ റാഞ്ചൽ നടത്തിയിട്ടുള്ളത് എന്നാണ്. ഇത് ഈ കൊറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുന്ന വഴി ഖൈബർ പത്തൂങ്ക പ്രവിശ്യയിൽ വെച്ചിട്ടാണ് ഈ ഒരു ട്രെയിൻ റാഞ്ചിയിരിക്കുന്നത്. ഇത് വളരെ ഒരു പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. വിഘടനമായ ഒരു ഭൂപ്രദേശമുള്ളൊരു സ്ഥലമാണ്. ഇത് തുരങ്കം നമ്പർ 9 വെച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു ട്രെയിൻ റാഞ്ചിയിരിക്കുന്നത്. ആദ്യം ഈ വിഘടനവാദികൾ അവർ പാളം തകർക്കുകയും തുടർന്ന് ട്രെയിനിലേക്ക് കുറച്ചു പേർ കയറുകയുമായിരുന്നു. ഈ തുരുതുരാ വെടിയുതിർത്തു. ആ വെടിയൊച്ച നാട്ടുകാർ കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. 400-ലധികം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ചില യാത്രക്കാർക്ക് പരിക്കേറ്റു എന്നും പറയുന്നുണ്ട്. ഇതിൽ ലോക്കോ പൈലറ്റിനോട് ഇവർ ട്രെയിൻ നിർത്താൻ ആവശ്യപ്പെട്ടു, പക്ഷേ അതിന് തയ്യാറായില്ല. തുടർന്ന് ലോക്കോ പൈലറ്റിനെ ആക്രമിച്ച് ഈ ട്രെയിൻ റാഞ്ചുകയായിരുന്നു, ബന്ദികളെ തടവിലാക്കുകയായിരുന്നു. എന്തായാലും ബലൂചിസ്ഥാൻ അധികൃതർ അവിടേക്ക് എത്താനും ഒപ്പം തന്നെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെയുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കഴിഞ്ഞു. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഇവർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള സൈനിക നടപടികൾക്ക് പാകിസ്ഥാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബന്ദികളെയൊക്കെ വധിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാൻ അധികൃതർ അവിടേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാനോട് തൊട്ടടുത്തുള്ള സിബി ആശുപത്രി പരിസരത്തൊക്കെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ യാത്രക്കാർക്ക് ചിലർക്ക് പരിക്ക് പറ്റിയെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് മാറ്റുകയും അവർക്ക് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകണം. ആ രീതിയിലേക്ക് അധികൃതർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവർ എന്തിനാണ് ഈ ട്രെയിൻ റാഞ്ചി എടുത്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തിറക്കിയ പ്രസ്താവനയിലും പറയുന്നില്ല. ഇത് പാകിസ്ഥാനിലടക്കം നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ്. UK-ലും US-ലും അടക്കം ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഘടന, വിഘടന സംഘടന അവർ നിരോധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ വേർപെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ ഇവർ അതിനെതിരെ പോരാടുന്ന ഒരു സംഘടന കൂടിയാണ്. എന്തായാലും 400-ലധികം പേർ ഇപ്പോൾ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തിനാണ് ഇവർ ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല.